to MR Physics tutorial. Moving charges and magnetism എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ബയോട്ട്-സവാർട്ട് ലോ. നമ്മൾക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് ബയോട്ട്-സവാർട്ട് ലോയിൽ പറയുന്നത്. ബയോട്ട്-സവാർട്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് ബയോട്ട്-സവാർട്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും പഠിക്കാം. ഇവിടെ ബയോട്ട്-സവാർട്ട് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു കറണ്ട് ക്യാരിയിങ് വയർ കൺസിഡർ ചെയ്യുകയാണ്. ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കറണ്ട് ക്യാരിയിങ് വയർ. ഈ കറണ്ട് ക്യാരിയിങ് വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ. ഐ എന്ന് പറയുന്ന കറണ്ട് ഈ വയറിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഈ വയറിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വയറിലെ ഒരു സ്മോൾ എലമെന്റ് ആണ് എ ബി. എ ബി എന്നത് ഈ വയറിലെ ഒരു സ്മോൾ എലമെന്റ് ആണ്, ഒരു സ്മോൾ സെക്ഷൻ ആണ്. ഇതിന് നമ്മൾ കറണ്ട് എലമെന്റ് എന്നാണ് പറയുന്നത്. കറണ്ട് എലമെന്റ്. ഈ എലമെന്റിന്റെ ലെങ്ത് ഡി എൽ ആണ്. ഡി എൽ. ഈ എലമെന്റിനെ നമ്മളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെക്റ്റർ ഡി എൽ. അവിടെ ഈ എലമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഡി എൽ ആണ്. ആ എലമെന്റിന്റെ ലെങ്ത് ആണ് ഈ വെക്ടർ ഡി എല്ലിന്റെ മാഗ്നിറ്റ്യൂഡ്. അതുപോലെ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ. ഈ എലമെന്റ് മൂലം ഈ എലമെന്റിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ, ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ബയോട്ട്-സവാർട്ട് ലോയിലൂടെ പറയുന്നത്. ഈ കറണ്ട് ക്യാരിയിങ് എലമെന്റിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് ആര്? പോയിന്റ് പി. ഈ കറണ്ട് ക്യാരിയിങ് എലമെന്റ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഏത് ലോയിൽ പറയുന്നത്? ബയോട്ട്-സവാർട്ട് ലോയിൽ പറയുന്നത്. ഇവിടെ എ ബി എന്നത് ഒരു സ്മോൾ എലമെന്റ് ആണ്. അതിന്റെ ലെങ്ത് ഡി എൽ ആണ്. ആ സ്മോൾ എലമെന്റ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ഡി ബി എന്ന് കൊടുക്കുന്നു. ഡി ബി. സാധാരണ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ബി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇവിടെ സ്മോൾ എലമെന്റ് മൂലം ഉണ്ടാവുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് അത് ഡി ബി എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബയോട്ട്-സവാർട്ട് ലോ പ്രകാരം പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഡി ബി അത് ഈ എലമെന്റിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. അതുപോലെ ഈ എലമെന്റിന്റെ ലെങ്ത് ഡി എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ. പിന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ഡി എൽ എന്നതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ. അത് വെക്ടർ ആറുമായിട്ട്, അതായത് വെക്ടർ ഡി എൽ വെക്ടർ ആറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയിരിക്കും. ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. പിന്നെ എലമെന്റിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? ആർ. അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട് ലോ dB is inversely proportional to square of the distance. dB is directly proportional to 1 by r square ആയിരിക്കും. അപ്പൊ എന്താണ് ബയോട്ട്-സവാർട്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് ഡി എൽ ലെങ്ത് ഉള്ള എ ബി എന്ന കറണ്ട് ക്യാരിയിങ് എലമെന്റ്, അതിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് പി. ഈ കറണ്ട് ക്യാരിയിങ് എലമെന്റ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയാണ് ഡി ബി. അക്കോർഡിംഗ് ടു ബയോട്ട്-സവാർട്ട് ലോ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡി ബി ഈ എലമെന്റിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കറണ്ടിന്റെ വാല്യൂ കൂടുമ്പോൾ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും, കറണ്ടിന്റെ വാല്യൂ കുറയുമ്പോൾ ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അതുകൂടാതെ ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ. ഈ എലമെന്റിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് വെക്ടർ ഡി എല്ലിനും വെക്ടർ ആറിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റയുടെ സൈൻ വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡി ബി. പിന്നെ ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by r square, അല്ലെങ്കിൽ ഡി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r square. എലമെന്റിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ്. എന്ന് പറഞ്ഞാൽ വയറിൽ നിന്നും ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് എങ്ങനെ എഴുതാം?
dB is directly proportional to I dl sin theta divided by r square എന്ന് എഴുതാം. dB is directly proportional to I dl sin theta by r square. Or we can write dB is equal to a constant k into I dl sin theta divided by r square. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെന്റെ വാല്യൂ mu by 4 pi എന്നാണ്. mu by 4 pi. mu is called magnetic permeability. mu is called magnetic permeability. Magnetic permeability of the medium. അതായത് ഈ വയർ ഏത് മീഡിയത്തിലാണോ ഉള്ളത് ആ മീഡിയത്തിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ് മ്യൂ. മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെർമിറ്റിവിറ്റി എന്ന ടേം പഠിച്ചതുപോലെ മാഗ്നറ്റിസത്തിൽ വരുന്ന ടേം ആണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അതൊരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ആ മീഡിയം എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ അലോ ചെയ്യുന്നു എന്നുള്ളതാണ് മ്യൂ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മ്യൂ ഈസ് കോൾഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ദി മീഡിയം. ഒരു മീഡിയത്തിന് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതാണ് മ്യൂ എന്ന ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വയറുള്ളത് ഫ്രീ സ്പേസിലാണെങ്കിൽ നമ്മൾ മ്യൂവിന്റെ സ്ഥാനത്ത് എന്താ പറയുക? മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറയുക. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0 എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് μ0 എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഉള്ളത് ഫ്രീ സ്പേസിലാണെങ്കിൽ എന്തായിരിക്കും കെന്റെ വാല്യൂ? കെന്റെ വാല്യൂ μ0 ഡിവൈഡഡ് ബൈ 4 പൈ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബയോട്ട് സവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? dB is equal to μ0 by 4 pi I dl sin theta divided by r square. ഇതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. According to Biot-Savart law, magnetic field intensity at a point due to a current carrying element dB is directly proportional to current through that element I. dB is directly proportional to length of the element dl. dB is directly proportional to sine of the angle between vector dl and vector r. And dB is inversely proportional to r square of the distance between the element and the point P. Or we can write dB is directly proportional to I dl sin theta by r square. Or dB is equal to a constant k into I dl sin theta by r square, where k is equal to mu by 4 pi. Mu is called the magnetic permeability of the medium. If the medium is free space, k is equal to μ0 by 4 pi. μ0 is called the magnetic permeability of free space. Therefore, we can write the mathematical expression of Biot-Savart law as dB is equal μ0 by 4 pi I dl sin theta divided by r square. ഇതാണ് ബയോട്ട്-സവാർട്ട് ലോ പ്രകാരം ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? dB is equal to μ0 by 4 pi I dl sin theta divided by r square. നമ്മൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിനെ വെക്ടർ ഫോമിലേക്കാണ് മാറ്റി എഴുതാൻ പോകുന്നത്. അതായത് ബയോട്ട്-സവാർട്ട് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണിത്. ഇതിൽ നമ്മൾക്ക് ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിനെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾക്കറിയാം എന്താണ് എക്സ്പ്രഷൻ? dB equals μ0 by 4 pi I dl sin theta by r square എന്നാണ് ഇക്വേഷൻ. ഇതിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു: dB equals μ0 by 4 pi I dl r sin theta divided by r cube. ന്യൂമറേറ്റർ ഞാൻ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ഇവിടെ r വന്നത്. അപ്പോൾ ഡിനോമിനേറ്ററും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. r സ്ക്വയർ ഇൻറ്റു r എന്താണ്? r ക്യൂബ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. That equals μ0 by 4 pi I into vector dl cross vector r
divided by r cube. Vector dB equals mu 0 by 4 pi I into vector dl cross vector r divided by r cube. ഇവിടെ dl r sin theta എന്നുള്ളത് വെക്ടർ dl ക്രോസ് വെക്ടർ r ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്കറിയാം a ക്രോസ് b എന്നത് എന്താണ്? a ക്രോസ് b is equal to magnitude of a into magnitude of b into sin theta. a ക്കും b കൂടെയുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ വെക്ടർ dl ക്രോസ് വെക്ടർ r എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ dl into magnitude of vector r into sin theta. വെക്ടർ dl നും വെക്ടർ r നും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ വെക്ടർ ഫോം. എന്താണ് ഇക്വേഷൻ വരുന്നത്? വെക്ടർ dB ഈക്വൽസ് mu 0 by 4 pi I into വെക്ടർ dl ക്രോസ് വെക്ടർ r ഡിവൈഡഡ് ബൈ r ക്യൂബ്. ഇതാണ് വെക്ടർ ഫോം ഓഫ് ബയോട്ട് സവാർട്ട്സ് ലോ. ഇനി നമ്മൾക്കറിയാം a ക്രോസ് b ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? എയും ബിയും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. a ക്രോസ് ബിയുടെ ഡയറക്ഷൻ എയും ബിയും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് വെക്ടർ എ എന്ന് കരുതുക, ഇതാണ് വെക്ടർ ബി. ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഓക്കെ, എ ക്രോസ് ബി ഡയറക്ഷൻ എയും ബിയും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ബോർഡിന്റെ പ്ലെയിനിലാണ് എയും വെക്ടർ ബിയും ഉള്ളത്. അപ്പൊ എ ക്രോസ് ബി ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിനാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പഠിച്ചിട്ടുണ്ട്. ആ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്താ പറയുന്നത്? നമ്മളിവിടെ ഒരു സ്ക്രൂവിന്റെ ടിപ്പ് വെക്കുക. സ്ക്രൂവിന്റെ ടിപ്പ് ഇവിടെ വെച്ചതിന് ശേഷം അതിന് നമ്മൾ വെക്ടർ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ അതിന് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ആ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുക. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ഇവിടെ നമ്മളൊരു സ്ക്രൂ വെച്ചതിന് ശേഷം എയിൽ നിന്ന് ബിയിലേക്ക് ആ സ്ക്രൂവിനെ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ സ്ക്രൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ആ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടേക്കാണ് പോവുക? ഈ ബോർഡിന്റെ അകത്തേക്കാണ് പോകുന്നത്. അതിന്റെ അർത്ഥം എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ബോർഡിന്റെ ഉള്ളിലേക്കാണ്. ഇനി ബി ക്രോസ് എയുടെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ബിയിൽ നിന്ന് എയിലേക്ക് സ്ക്രൂവിനെ നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂവിന്റെ ടിപ്പ് പുറത്തേക്കാണ് വരിക. അപ്പൊ അതിന്റെ അർത്ഥം ബി ക്രോസ് എന്ന ഡയറക്ഷൻ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ്. ഈ രീതിയിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ ക്രോസ് ബിയുടെയും ബി ക്രോസ് എയുടെയും ഒക്കെ ഡയറക്ഷൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുക, വെക്ടർ ഡി ബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ ആണ്. വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? വെക്ടർ ഡി എല്ലും വെക്ടർ ആറും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെക്ടർ ഡി എല്ലും വെക്ടർ ആറും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്യാപിറ്റൽ ഐ, അപ്വേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ ഈ എലമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലോട്ടേക്കായിരിക്കും. ഇതാണ് വെക്ടർ ഡി എല്ലിന്റെ ഡയറക്ഷൻ, അത് മുകളിലോട്ടേക്കായിരിക്കും. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ അതേ ഡയറക്ഷൻ. ഡി എല്ലിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് പി. ഇതാണ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ. വെക്ടർ ഡി എല്ലിന്റെ ഡയറക്ഷൻ മുകളിലോട്ടേക്കാണ്. ഇതാണ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ. പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷനിലായിരിക്കും. പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് വെക്ടർ ഡി ബി. ആ വെക്ടർ ഡി ബിയുടെ ഡയറക്ഷൻ വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷനിലായിരിക്കും. വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ ഡി എല്ലും ആറും അടങ്ങുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അത് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കാൻ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡയറക്ഷനിലെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങളൊരു സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂവിനെ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക? വെക്ടർ ഡി എല്ലിൽ നിന്നും വെക്ടർ ആറിലേക്ക്, അതായത് ഈ ഡയറക്ഷനിൽ, മീൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ആ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്താൽ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടേക്ക് അഡ്വാൻസ് ചെയ്യുക? ബോർഡിന്റെ അകത്തേക്കാണ് അഡ്വാൻസ് ചെയ്യുക. അതിന്റെ അർത്ഥം പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് അകത്തേക്കാണ്. അത് നമ്മൾ ക്രോസ് മാർക്കിൽ റെപ്രസെന്റ് ചെയ്യും. പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. എങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ? ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്ക്.
ഇനി ഞാൻ വേറൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും വെക്ടർ ആറാണെന്ന് കരുതുക. ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും ആറാണ്. പക്ഷെ വെക്ടർ ആറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഈ പോയിന്റിൽ നമ്മളൊരു സ്ക്രൂ വെക്കുക. വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷനിലായിരിക്കും ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ ഡയറക്ഷൻ ഈ പോയിന്റിൽ എങ്ങോട്ടേക്കാണ്? നിങ്ങൾ നോക്കുക, ഇവിടെ സ്ക്രൂ വെച്ചിട്ട് ഡി എല്ലിൽ നിന്നും ആറിലേക്ക് മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സ്ക്രൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ടേക്കാണ് അഡ്വാൻസ് ചെയ്യുക? പുറത്തേക്കാണ് വരിക അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ്. അത് ഡോട്ട് മാർക്ക് ഉപയോഗിച്ചിട്ടാണ്, ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഈ കണ്ടക്ടർ മൂലം ഈ ഒരു പോയിന്റിൽ, അതായത് കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡിലുള്ള പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? വെക്ടർ ഡി എൽ ക്രോസ് വെക്ടർ ആറിന്റെ അതേ ഡയറക്ഷനിലാണ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഓർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പറയുന്നത്? സപ്പോസ് ഇതാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് കരുതുക. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്ടറിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു. ഈ കണ്ടക്ടറിനെ ഞാൻ എൻ്റെ വലത് കൈയിൽ ഹോൾഡ് ചെയ്യുന്നു. എൻ്റെ തമ്പ് ഈ രീതിയിൽ അലൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുന്നത്. തമ്പിന്റെ ഡയറക്ഷൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? തമ്പിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഈ കണ്ടക്ടറിലൂടെ കറണ്ട് മുകളിലോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ രീതിയിൽ ഈ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുന്നു. തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേൾഡ് ഫിംഗേഴ്സ് ആണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഞാൻ ഈ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ എൻ്റെ കേൾഡ് ഫിംഗേഴ്സ് ഇങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിലോ ഫിംഗർ ഇങ്ങനെയാണുള്ളത്, ഇങ്ങോട്ടേക്കാണുള്ളത്. അപ്പൊ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇപ്പുറത്തെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിലോ ഫിംഗർ ഇങ്ങോട്ടേക്കാണുള്ളത്, ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അതായത് കണ്ടക്ടറിനെ ഞാൻ എൻ്റെ വലത് കൈയിൽ ഹോൾഡ് ചെയ്യുന്നു സച്ച് ദാറ്റ് തമ്പ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കേൾഡ് ഫിംഗേഴ്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ കണ്ടക്ടറിന് ചുറ്റും ഈ രീതിയിലാണ് എൻ്റെ കേൾഡ് ഫിംഗേഴ്സ് ഉള്ളത് അല്ലെ? ഈ കണ്ടക്ടറിന് ചുറ്റും ഈ രീതിയിലാണ് കേൾഡ് ഫിംഗേഴ്സ് ഉള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇതാണ് ഏത് റൂളിൽ പറയുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ പറയുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള, ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ബയോട്ട്-സവാർട്ട് ലോയും അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അതിന്റെ വെക്ടർ റെപ്രസെന്റേഷനും. ഇതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.